വളരെ സന്തോഷമുള്ള ദിവസങ്ങളിലൂടെയാണ് ദിശ അക്കാഡമി ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ക്യാപ്ഷൻ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ദിശ അക്കാഡമിയിലൂടെ ജീവിതത്തിൽ മാറ്റം വന്ന കുറെ ആളുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയാൻ കാരണം. SSC MDS 2024 റിസൾട്ട് വന്നിരിക്കുകയാണ്. ദിശയെ സംബന്ധിച്ച് വളരെ പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ്. അതിന്റെ കാരണം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാം. ഇത്രയും വിദ്യാർത്ഥികൾ ദിശയെ സംബന്ധിച്ച് 14 സ്റ്റുഡൻസ് ദിശയുടെ MTS 2004 റിസൾട്ട് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ദിശയെ സംബന്ധിച്ച് ദിശയിലൂടെ ജീവിതത്തിന് മാറ്റം വന്ന കുറച്ച് വിദ്യാർത്ഥികളെ നിങ്ങളിലേക്ക് അവതരിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമേ പറയുകയാണ്, ഈ വിദ്യാർത്ഥികളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ദിശ ഫാമിലിയിൽ ദിശയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ദിശയുടെ ഓഫ്ലൈൻ ബ്രാഞ്ചിൽ മാത്രം വന്ന റിസൾട്ടുകളാണ്. ഞാൻ ദിശയുടെ ഓൺലൈനിലെയോ അല്ലെങ്കിൽ നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലോ ഉള്ള റിസൾട്ടുകൾ ഒന്നും അല്ല ആഡപ്പ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ, അതാകുമ്പോൾ ഒരുപാട് റിസൾട്ടുകൾ ഉണ്ട്, അത് വേണമെങ്കിൽ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാൻ ദിശ ഫാമിലിയിൽ ദിശയോടൊപ്പം സഞ്ചരിക്കുന്ന ആളുകളുടെ റിസൾട്ടാണ് നിങ്ങളിലേക്ക് സന്തോഷപൂർവ്വം അവതരിപ്പിക്കുന്നത്. കാരണം ദിശ എന്ന് പറഞ്ഞ അക്കാഡമി 2019 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വളരെ വലിയ ഒരു മിഷനാണ് നമ്മുടെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നത്. കേരളത്തിലെ ആളുകളിലേക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാം എത്തിക്കുക എന്ന് പറയുന്ന വലിയൊരു ദൗത്യം. ഏകദേശം ആ ദൗത്യത്തിൽ നമ്മൾ വലിയൊരു വിജയം കണ്ടെത്തിയതുപോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ മാത്രമല്ല, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനെ കുറിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ. അതുപോലെ തന്നെ ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലേക്ക്, റെയിൽവേ പരീക്ഷകളിലേക്ക് ഒക്കെ നേടിക്കൊടുത്ത് അവരുടെ ജീവിതത്തിന് മാറ്റമുണ്ടാക്കി തരാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് ദിശ അക്കാഡമിക്ക് സാധിച്ചു. ഞാൻ അപ്പോഴും പറയുന്നു, ദിശ അക്കാഡമിക്ക് അതിലൊരു പങ്കാണ് ഉള്ളത്. അതിലെ ബാക്കിയുള്ള പങ്കെന്ന് പറയുന്ന ആ വിദ്യാർത്ഥികളുടെ തന്നെ എഫോർട്ടാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഇപ്പോൾ ഈ ഓരോ വിദ്യാർത്ഥികളും അവരവരുടേതായ രീതിയിൽ മിടുക്ക് ഉള്ള കഴിവുള്ള വിദ്യാർത്ഥികളാണ്. ഇതിൽ തന്നെ നമ്മുടെ CGL ക്വാളിഫൈ ചെയ്ത വിദ്യാർത്ഥികളുമുണ്ട്. അപ്പോൾ അവര് ടാലന്റഡാണ്. അവർ ടാലന്റഡ് ആയിട്ടുള്ള വിദ്യാർത്ഥി. നിങ്ങൾ ടാലന്റഡ് ആണ്, നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ്, നിങ്ങൾ പാഷനേറ്റീവ് ആണ്, നിങ്ങൾക്കൊരു സെൻട്രൽ ഗവൺമെന്റ് ജോബ് വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ദിശ അക്കാഡമിയെ സമീപിക്കുകയാണെങ്കിൽ, ഞാൻ ഒരു വലിയ വാഗ്ദാനങ്ങളോ കാര്യങ്ങളോ, ദിശ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ദിശയുടെ ടീം നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരുത്തി തരാൻ. ഇതൊരു വലിയ കോൺഫിഡൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ദിശ അക്കാഡമി കേരളത്തിൽ 5 പ്ലേസുകളിലുണ്ട്. എല്ലാ ആളുകൾക്കും അറിയാം. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹോദരങ്ങളിലേക്കും ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് മാത്രം ഈ ജോലിയിൽ എത്തിയ ആളുകളുണ്ട്. 2024 ജൂണിൽ വന്ന് ജോയിൻ ചെയ്യുകയും അതിനുശേഷം നമ്മുടെ അക്കാഡമിയോടൊപ്പം പഠിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ വരെ ഈ എക്സാം ക്ലിയർ ചെയ്തവരുണ്ട്. 2024 ആദ്യം വന്ന് ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവരൊക്കെ 2025 ആയപ്പോഴത്തേക്ക് എന്തെത്തി? റിസൾട്ടിലേക്ക്, ജീവിതത്തിലേക്ക്, ഒരു ജോബിലേക്ക് കടക്കാനായിട്ട്. ഇത്രയും പെട്ടെന്ന് റിസൾട്ട് സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെയല്ലേ SSC പരീക്ഷയുടെ ഒരു അഡ്വാൻറ്റേജ്? അതല്ലേ ഈ SSC എക്സാമുകളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൂടുതൽ പേരെ കൊണ്ടുവരേണ്ട ഒരു വലിയ ഘടകം എന്ന് പറയുന്നത്? ഇതാണ് നമ്മുടെ അക്കാഡമി ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിൽ ഞങ്ങൾ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരുപാട് ആളുകളിലേക്ക് ഇന്ന് സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനെ പറ്റി എത്തിക്കാൻ പറ്റി, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകളെ പറ്റി എത്തിക്കാൻ പറ്റി. റെയിൽവേ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കൂടുതൽ ആളുകൾക്കും അറിയാം, ഏജ് ഒക്കെ ഉണ്ടായതുകൊണ്ട് റെയിൽവേ പരീക്ഷകൾ അറിയാമെങ്കിലും SSCയുടെ പരീക്ഷയെ പറ്റി ഏറ്റവും ആദ്യം തന്നെ, ഞാൻ 2019 നമ്മൾ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറെ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേരളത്തിൽ. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ സ്പെഷ്യലി ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വളരെ തുച്ഛമായിരുന്നു കേരളത്തിൽ. അന്ന് ദിശ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വളരെയധികം ആളുകൾക്ക് സ്റ്റാഫ് സെലക്ഷന്റെ കമ്മീഷന്റെ ക്ലാസ്സുകൾ ഇടുമ്പോൾ വ്യൂ വളരെയധികം കുറവായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, 100 പേര് കാണുന്നുണ്ട്, അല്ലെങ്കിൽ 150 പേര് കാണുന്നു. അപ്പോഴും നമ്മുടെ മനസ്സിൽ ആഗ്രഹമാണ് ഈ പരീക്ഷയെക്കുറിച്ച്, ഈ സാധ്യതയെക്കുറിച്ച് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഇന്ന് അതൊരു വലിയ സന്തോഷമുള്ള കാര്യമായി മാറി. കാരണം ഒരുപാട് ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് കമ്മ്യൂണിറ്റികളിലൂടെയും ഒക്കെ SSC എക്സാമുകളെ കുറിച്ച് കൂടുതൽ ആളുകൾ മനസ്സിലാക്കി. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹോദരങ്ങളിലേക്കും, മാതാപിതാക്കളാണ് ഇത് കാണുന്നതെങ്കിൽ മക്കളിലേക്കും പറഞ്ഞു കൊടുക്കുക. SSC MDS പോലെയുള്ള പരീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ ഒരു 27 വയസ്സ് വരെയുള്ള ആളുകൾക്ക് നല്ല ചാൻസ് ഉള്ള ഒരു പരീക്ഷയാണ്. SSC എക്സാമുകൾ പലപ്പോഴും ഒരു ഏജ് 31, 32 വരെയുള്ള അവസരങ്ങളാണ് ഉള്ളത്. നമുക്കൊരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു 17, 18 വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ പരീക്ഷ എഴുതി തുടങ്ങാം. ഫ്രീ ആയിട്ട് തന്നെ, പെൺകുട്ടികൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം, ആൺകുട്ടികൾക്ക് 100 rupees അടച്ച് ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു വർഷം തന്നെ ഡിഗ്രി ഉള്ളവർക്ക് CGL എക്സാം, അതുപോലെ തന്നെ +2 ഉള്ളവർക്ക് CHSL പരീക്ഷ, അതുപോലെ 10th യോഗ്യതയുള്ളവർക്ക് MDS. ഇനി ഫോഴ്സ് ആഗ്രഹിക്കുന്നവർക്കോ എല്ലാ വർഷവും SSC GD പരീക്ഷ. ഇതൊക്കെ ഈ അവസരത്തെ പറ്റി എല്ലാവരും മനസ്സിലാക്കണം.
എടോ അതൊരു വലിയ ആഗ്രഹമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു സംസാരത്തിൽ ആ ഒരു ഇന്റൻഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ദിശ അക്കാഡമി എപ്പോഴും ചെയ്യുന്നത് അങ്ങനെ വലിയൊരു കാര്യമാണ്. ഞാൻ പലപ്പോഴും ഇപ്പോൾ ഈ വന്ന റിസൾട്ടുകളുടെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ ചില അക്കാഡമിയൊക്കെ ജസ്റ്റ് 1 ഇയർ ആയതിനു ശേഷം അവർ സ്റ്റാർട്ട് ചെയ്തവർ പോലും വളരെ വലിയ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ നമ്മുടെ സ്റ്റുഡൻസിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നതായിട്ടുണ്ട്. കാരണം SSC എക്സാംസ് എന്ന് പറയുന്നത് സീരിയസ് ആയി പഠിക്കേണ്ട പരീക്ഷ തന്നെയാണ്. ആ സീരിയസ് ആയിട്ട് പഠിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ പാഷനേറ്റഡ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ് എങ്കിൽ ഉറപ്പായിട്ടും ദിശയെ പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെ തന്നെ ഉള്ള, ഇപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിൽ നിങ്ങളുടെ അടുത്തുള്ള അക്കാഡമികൾ, ദിശയുടെ അക്കാഡമികൾ നിങ്ങൾക്ക് വേണേൽ ജോയിൻ ചെയ്ത് പഠിക്കാം. ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഇനി നിങ്ങളുടെ അടുത്ത് നമ്മുടെ അക്കാഡമി ഇല്ലെങ്കിൽ ഏതെങ്കിലും അക്കാഡമിയിൽ പോയി നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക. ദിശയുടെ യൂട്യൂബ് ചാനൽ വലിയ ഒരു അളവ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കൃത്യമായിട്ട് എക്സാമിലേക്ക് എത്താനായിട്ട്. അപ്പോൾ ഞാൻ പറയുന്നു, ഒരു ഇതുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ കിട്ടിയ നമ്മുടെ അക്കാഡമിക്ക് കിട്ടിയ 14 റിസൾട്ട്, 14 ആളുകളുടെ ജീവിതത്തിനുണ്ടായ മാറ്റം നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്, സന്തോഷത്തോടെ അറിയിക്കുകയാണ്. അപ്പോൾ അവരെ ഒരിക്കൽ കൂടെ ഞാൻ ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ അഭിനന്ദിക്കുകയാണ്. ഇനിയും നിങ്ങൾക്കും താല്പര്യമുള്ള ആളുകൾ ഈ വർഷം വരുന്ന പരീക്ഷകളെ കുറിച്ച് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പരീക്ഷകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം വരുന്ന നമുക്ക് പരീക്ഷ എന്ന് പറഞ്ഞാൽ അടുത്ത മാസം, അതായത് ഏപ്രിൽ 21 മുതൽ CGLന്റെ ഉൾപ്പെടെ നോട്ടിഫിക്കേഷൻസ് വരാൻ പോവുക. ഡിഗ്രി ഉള്ളവർക്ക് CGL ഉണ്ട്. ഞാൻ ആ പോസ്റ്റുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അതാ നോക്കെ, CGL വളരെ വിലപിടിപ്പുള്ള പരീക്ഷയാണ്. അതാണ്ട് നമുക്ക് 22 തീയതി ഏപ്രിൽ മുതൽ നമുക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് വന്നു തുടങ്ങും. ഒഫീഷ്യൽ കലണ്ടറായി എല്ലാ വർഷവും പരീക്ഷയുണ്ട്. CHSL 27 മെയ് മുതൽ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങും. ഇനി ഇപ്പം നമുക്ക് വന്ന റിസൾട്ടായ ഏതാണ് MDS പരീക്ഷ എന്ന് പറയുന്നത് 26 തീയതി ജൂൺ നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് സെപ്റ്റംബർ ഒക്ടോബറോട് കൂടി പരീക്ഷ. മക്കളെ കൃത്യമായി പഠിക്കുകയാണെങ്കിൽ ഈ വർഷം തന്നെ നിങ്ങൾക്ക് ഒരു എക്സാം ഉറപ്പിക്കാനായിട്ട് സാധിക്കും. ഇത് വെറും കാര്യമല്ല, നിസാരമായി പറയുന്നതല്ല. ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തയ്യാറാണെങ്കിൽ, നിങ്ങൾ ആത്മവിശ്വാസമുള്ളവരാണെങ്കിൽ, നിങ്ങൾ ഈ വർഷം തന്നെ ജോലി നേടിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അതേ പറയുള്ളൂ. കാരണം മറ്റ് ഇൻട്രസ്റ്റുകൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വരണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ ഈ എക്സാമുകളിലേക്ക് വരണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു ഗവൺമെന്റ് ജോബാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോബിലൂടെ നല്ല ഒരു അട്രാക്റ്റീവ് പാക്കേജിൽ വർക്ക് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എക്സാമുകളിലേക്ക് അപ്പിയർ ചെയ്യുകയും ആ പരീക്ഷകൾ നേടിയെടുക്കുകയും സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു വലിയ ഇൻഫർമേഷൻ, അടുത്ത മാസങ്ങളിൽ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ, ഈ വർഷം തന്നെ വരുന്ന പരീക്ഷകൾ, ഇവയെക്കുറിച്ചുള്ള വളരെ വലിയ ഇൻഫർമേഷൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. അപ്പോൾ ഇത് മറക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു ഷെയറിലൂടെ അവരിലേക്ക് എത്താനായിട്ട് സാധിക്കും. ദിശയുടെ ഓൺലൈൻ ക്ലാസ്സുകൾ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ റിസൾട്ടുകൾ, അതുപോലെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലുള്ള റിസൾട്ടുകളൊക്കെ സെപ്പറേറ്റ് ഇനി ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം ഞാനത് പറയാനുള്ള കാരണം, ചില ചാനലുകളൊക്കെ അവർ ഫേക്ക് ആയിട്ടുള്ള റിസൾട്ടുകളൊക്കെ പ്രചരിപ്പിക്കുക. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടെലഗ്രാം കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്തിട്ടുള്ളവരുടെയും അല്ലെങ്കിൽ അവരുടെ തന്നെ അക്കാഡമിയിൽ ഭാഗമായിട്ടില്ലാത്ത ആളുകളുടെയും ഒക്കെ റിസൾട്ട് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളെ കൺഫ്യൂസ്ഡ് ആക്കുകയാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഇതൊരു കളക്റ്റീവ് ടാസ്ക്കാണ്. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കുന്ന, ഇപ്പോൾ ദിശ അക്കാഡമി വിചാരിച്ചാൽ എല്ലാം സാധിക്കുമെന്ന് ഒന്നും അല്ല പറയുന്നത്. നിങ്ങൾക്കൊരു താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഫയർ ഉണ്ടെങ്കിൽ, അത് ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് ദിശ അക്കാഡമി എന്നും കൂടെ ഉണ്ടാവും. അക്കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടാവില്ല. അങ്ങനെ ദിശ ഫാമിലിയുടെ ഓൺലൈൻ കോഴ്സിന്റെ ഭാഗമായി പഠിക്കാനായി താല്പര്യപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും കേരളത്തിന് എവിടെയും വെളിയിലുമാണെങ്കിലും നമ്മുടെ ദിശ ലേണിംഗ് ആപ്ലിക്കേഷനിലൂടെ പഠിക്കാൻ സാധിക്കും. ഈ നമ്പറുകൾ ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ഓഫ്ലൈൻ ബ്രാഞ്ചുകൾ കേരളത്തിൽ 5 പ്ലേസുകളിൽ നമ്മളുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ പഠിക്കണമെങ്കിൽ ഏത് സെന്ററിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി പഠിക്കാം. ഞാൻ പറയുന്നു, ഞാൻ ഈ നമ്മുടെ ഒരു വീഡിയോയിൽ പോലും ഒരു അക്കാഡമിയെ പോലും നമ്മൾ മോശമായി സംസാരിക്കാറില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഫൗണ്ടേഷൻ കിട്ടണമെങ്കിൽ SSCയെ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം. കേരളത്തിൽ ഇപ്പോഴും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ അറിയാത്ത ഒരുപാട് പേരുണ്ട്. ഞാൻ പല വെബിനാറുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ, കോളേജുകളിൽ ഫംഗ്ഷനുകൾക്ക് അറ്റൻഡ് ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ആളുകൾക്ക് ഇപ്പോഴും സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷ എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, നമ്മുടെ കുട്ടികളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കണം. ഇത് വലിയൊരു ദൗത്യമാണ്. അതിനാണ് ദിശ അക്കാഡമി 5 പ്ലേസുകളിൽ. നിങ്ങൾ ദിശയുടെ ഏത് അക്കാഡമിയിൽ ചെന്നാലും നിങ്ങളെ സഹായിക്കും, നിങ്ങളെ വെൽക്കം ചെയ്യും, നിങ്ങൾക്ക് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരും. വെറുതെ എങ്കിലും നിങ്ങൾ നമ്മുടെ കൊല്ലത്തോ കൊട്ടാരക്കരയോ തൃശ്ശൂരോ കാലിക്കട്ടോ ട്രിവാൻഡ്രവുമുള്ള അക്കാഡമികളൊന്ന് വിസിറ്റ് ചെയ്യൂ.
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ദിശ സപ്പോർട്ടീവായിട്ടാണ് നിൽക്കുന്നത്. നിങ്ങൾ ദിശയുടെ ആ ബ്രാഞ്ചുകളിലോ അല്ലെങ്കിൽ അക്കാഡമിയിലോ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന് നിയറസ്റ്റ് ആയിട്ടുള്ള അക്കാഡമിയിൽ പഠിക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് കൃത്യമായി ഗൈഡ് ചെയ്യാൻ ദിശയുടെ യൂട്യൂബ് ചാനലുകളുണ്ട്, ടെലഗ്രാം ചാനലുകളുണ്ട്, കൂടാതെ നമ്മുടെ എന്താ പറയുക ഓൺലൈൻ കോഴ്സുകളുണ്ട്, ഓഫ്ലൈൻ അക്കാഡമികളുണ്ട്. എന്തായാലും നമുക്ക് അടുത്ത വർഷം വരുന്ന പരീക്ഷ ഒരുപാട് ആളുകളിലേക്ക് എത്തണം. ഈ റിസൾട്ടൊക്കെ ബ്രേക്ക് ചെയ്ത് നമുക്ക് കിടിലം റിസൾട്ടുകളിലേക്ക് പോകണം. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും സഹോദരങ്ങളിലേക്കും വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.